ഹലോ ഗൈസ്, വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മൾ രേഖാചിത്രം 2025 ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ രേഖാചിത്രത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ സമയങ്ങളെ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. ജോഫിനാണ് ഇതിന്റെ ഡയറക്ടർ. ജോഫിന്റെ മുന്നത്തെ വർക്ക് പ്രീസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഒരു സക്സസ് ഒന്നും ആയില്ലെങ്കിലും പ്രീസ്റ്റ് ഒരു ഓക്കെ മൂവി ആയിരുന്നു. കമ്മിങ് ടു ദിസ്, ഒരു ഹൊററിൽ നിന്ന് മാറിയിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ജോണറിലോട്ടാണ് വന്നിരിക്കുന്നത്. ആസിഫ് അലി 2024 ഒരുപാട് ഹിറ്റ് അടിച്ചൊരു നടനാണ്. 2025 വരുമ്പോൾ ഈ സിനിമ ഷുവർ ആയിട്ട് ഒരു ഹിറ്റ് ആവുന്നുള്ളത് ഒരു സംശയമില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ഒബ്രോൺ മോളിൽ നിന്നാണ് ഈ സിനിമ കണ്ടത്. തിയേറ്റർ ഫുള്ളൊന്നും അല്ലായിരുന്നു, ഓക്കെ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും ഇനിയുള്ള ഷോസ് മൗത്ത് പബ്ലിസിറ്റി വഴിയും മറ്റും കുറച്ചുകൂടെ ആൾക്കാർ എത്തുന്നതായിരിക്കും. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്ന ആസിഫ് അലി, അനശ്വര രാജനുമാണ്. നമുക്ക് ആ പോസ്റ്ററിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ പോസ്റ്ററിൽ നിന്നൊക്കെ നമ്മളെ ഒരു എന്താ പറയുക, കഥയെക്കുറിച്ച് നമുക്കൊരു സൂചന തരുന്നുണ്ട്. ട്രെയിലറിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ പണ്ട് നടന്നിരുന്ന, ശരിക്കും നടന്ന ഒരു സിനിമ ഷൂട്ടിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളും അല്ലാത്ത കുറച്ച് ഫിക്ഷനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കഥയാണിത്. ഈ സിനിമയായിട്ട് ഇടപെട്ടുള്ള എല്ലാവരിൽ നിന്നും, ഈ മുന്നത്തെ കാതോരം സിനിമയായിട്ട് ഇടപെട്ടിട്ടുള്ള എല്ലാവരിൽ നിന്നും നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഇവർ ഈ സിനിമയുടെ ഒരു മേക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, കാതോരം സിനിമയിലെ പ്രധാന ക്യാരക്ടറായിരുന്നു മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടി ഈ സിനിമയിൽ മമ്മൂട്ടിയെ പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ച് പോകുന്നുണ്ട്. കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ്, സീനിയർ ആയിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ് വന്നു പോകുന്നൊരു സിനിമയാണിത്. മനോജ് കെ ജയൻ കുറേ നാളിന് ശേഷം ഒരു മുഴുനീള കഥാപാത്രം ചെയ്ത് കണ്ടു. മൊത്തത്തിൽ എനിക്ക് ആ ഒരു ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. ബട്ട് എനിവേസ് ബഡ്ജറ്റ് പ്രോബ്ലംസ്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബാക്കി കഥയിലേക്ക് വരുമ്പോഴത്തേക്കും, പണ്ട് നടന്നൊരു ക്രൈം വർഷങ്ങൾക്ക് ശേഷം സിദ്ദീഖിന്റെ ക്യാരക്ടർ അത് ഇങ്ങനെ ആ ഒരു ക്രൈമിനെ കുറിച്ചൊരു ചെറിയൊരു കാര്യം പറയുന്നു. പിന്നീട് ആ കാര്യം അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ക്രൈം ആരാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതൊക്കെയാണ് കഥ. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിംഗ് ആയിട്ട് പോവുകയും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഡ്രാഗും കാര്യങ്ങളൊക്കെ വരും. ഇന്റർവെല്ലിൽ നല്ലൊരു പഞ്ച് നിർത്തിയിട്ട് പിന്നീട് ആ ഒരു പഞ്ച് അവർക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് പിന്നെയും സിനിമ പേസ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഇവന്റ്സ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒരു വൈഡ് വാസ്റ്റ് ഏരിയ ഓഫ് കാലഘട്ടം അവർക്ക് കാണിക്കണം. പണ്ടത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ഇതിനിടയിലുള്ള കാലഘട്ടങ്ങളും. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. ബിക്കോസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും, പക്ഷെ നമ്മുടെ ഐഡിയാസിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിരിക്കും. ഒരുപാട് ആക്ട്രസ്മാരുടെ ഒക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഞാനൊരു ഈ വർഷം കണ്ടതിൽ ഇപ്പോൾ ഐഡന്റിറ്റിയാണ് ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇതുകൊണ്ട് ഇത് വളരെ മികച്ചൊരു സിനിമയാണ്. ഇതിന് ഉറപ്പായിട്ട് ഞാനൊരു 3.5/5 കൊടുക്കും. ആ 3.5 ആ ഒരു 1.5 പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാഗും കാര്യങ്ങളും, പിന്നെ 2-3 ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു മിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളുമാണ്. അല്ലാതെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു മികച്ച ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ തന്നെയാണ്. ഒരിക്കലും ഒരു ത്രില്ലറായിട്ട് ഇങ്ങനെ ജഡ്ജ് എന്ന് പറഞ്ഞ് പോകില്ല, ഒരു ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പേസിലേ ഇത് പോകത്തുള്ളൂ. ആസിഫ് അലി നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, യെറ്റ് അനദർ ഹിറ്റ് ഫോർ 2025 നല്ലൊരു തുടക്കമാണ് ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം. സോ എനിവേസ്, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അതേ അഭിപ്രായമായിരിക്കാം, അല്ലെങ്കിൽ വേറിട്ട മറ്റൊരു അഭിപ്രായമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജിജെ ബസ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ.